പ്രസ്താവനയ്ക്ക് ശേഷം പിന്നെ പൊതുവിൽ ഈ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, ലീഗിന്റെ ഭാഗത്ത് വലിയ ഭീഷണി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഉമർ ഫൈസി മുക്കവും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ മുജാഹിദ് വിഭാഗത്തിലെ നല്ലൊരു ശതമാനം നേതാക്കൾ എല്ലാവർക്കും നല്ലൊരു തിരിച്ചറിവ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. അതിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റി നിർത്തി സാമുദായിക താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാകും. ഏറ്റവും അവസാന ഘട്ടം ഇപ്പം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗത്തിലെ മേലധ്യക്ഷന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ LDFനോടൊപ്പം നിൽക്കണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനമായ ഒരു വോട്ട് ബാങ്ക് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ സമസ്ത ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വിഭാഗമാണ്. അവരൊന്നടങ്കം ഇന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിൽ നടക്കുന്ന എന്താ, PMA സലാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടായിസമാണ് സത്യത്തിൽ ലീഗിൽ നടക്കുന്നത്. ആ ഗുണ്ടായിസത്തിന് വേണ്ടിയിട്ട് സലാം ഏർപ്പെടുത്തിയിട്ടുള്ള പല തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പല പ്രദേശങ്ങളിലുണ്ട്. ആ ഗുണ്ടകൾ തന്നെയാണ് ഈ ഇപ്പോൾ ബഹുമാനിയായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ അടക്കം പ്രാദേശിക നേതാക്കളെ അടക്കം വൻതോതിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പല വോയിസ് ക്ലിപ്പുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ പറയുന്ന സലാമിൻ്റെ ഒരു വിഭാഗം ആ ഗുണ്ടായിസ നിലപാടിലേക്ക് പോകുന്നുണ്ട്. അത് അവരെ വിരളി പിടിച്ചിട്ടാണ്. അതിന് പ്രവർത്തകരെയോ സാമുദായിക നേതാക്കളെയോ അല്ല സലാം തിരുത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെയാണ്. സമുദായത്തിനെതിരായ തീരുമാനത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമാണ് മുസ്ലിം വിഭാഗം, മുസ്ലിം ലീഗിൻ്റെ എത്ര പ്രവർത്തകർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ വരാൻ കഴിയാത്തവർ ഇപ്രാവശ്യത്തെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാകണം എന്ന് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം എന്താ? ആ പാർട്ടിയുടെ പേരും അതിൻ്റെ കൊടിയുമാണ്. ആ കൊടിയും ബോർഡും അടക്കം എടുത്തു വെച്ച് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം പോയതിൻ്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾക്കും PMA സലാമിനും തന്നെയാണ്. അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. CAA വിഷയത്തിൽ ഈ നിമിഷം വരെ ഇതുവരെ ഒരു നയവും വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയും എന്ന് പറയുന്ന അവസ്ഥയിലാക്കാം. നാളെ വോട്ടിംഗ് നടക്കുകയാണ്. നിങ്ങൾക്കറിയോ ഇപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? നാളെ വോട്ടിംഗ് കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ പറയുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പോയി പ്രത്യേക പൂജ നടത്തി തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുകയാണ്. എന്താണ് അവിടെ ഈ നിമിഷം വരെ നോമിനേഷൻ കൊടുക്കാത്തത്? നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി കേരളത്തിലും വയനാട്ടിലും ഉണ്ടാകും. കാരണം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തണം. അത് നടത്തിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ വൻ തിരിച്ചടിയാകും. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മതവിശ്വാസികളെയും മതേതര വിശ്വാസികളെയും വഞ്ചിച്ച രാഷ്ട്രീയം, അതിനോടൊപ്പം ഒട്ടിച്ചേർന്ന് ലീഗ് ഇവിടെ ഫാസിസത്തിനെതിരെ പോരാടുന്ന ഏറ്റവും വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലീഗ് എതിർക്കുന്നു എന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ വിഷയം.